ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇറ്റ്സ് മീ ആമ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 2 വ്ളോഗിലും കിട്ടിയ സപ്പോർട്ട് വളരെ മികച്ചതായിരുന്നു. ട്രാവലിംഗ് വീഡിയോസ് ആയിരുന്നു. താങ്ക് യു ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട്. പിന്നെ മഴ പെയ്ത് ദുബായിൽ വെള്ളം കയറിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ചിലപ്പോൾ എനിക്ക് തന്നെ ആയിരിക്കും. ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ ഒരു വീഡിയോ 1K വ്യൂസ് പോയത് അവിടെയാണ്. ഇറ്റ്സ് എ ഷോർട്ട് നമ്പർ, പക്ഷേ കുറേ കാലത്തിന് ശേഷം തിരിച്ച് വരവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെയിലർ റിയാക്ട്സ് ആണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ട്രെയിലർ റിയാക്ട്സ് വീഡിയോ ചെയ്യുകയാണ്. എൻ്റെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനൊരു എന്താ പറയുക, ഭയങ്കര ഒരു മമ്മൂട്ടി ഫാനാണെന്നുള്ളത്. മമ്മൂട്ടി ഒരു മാസ് എൻ്റർടൈനർ, ഒരു ഫൺ എലമെൻറ്റ് ചിത്രമായിട്ട് വരുന്നു എന്നറിയുമ്പോൾ തന്നെ മീൻസ് നമ്മൾ ഷൈലോക്കൊക്കെ കണ്ടിരുന്നു. അതേ ഒരു ജേണലിൽ തന്നെ വൈശാഖ് സാർ സാറിൻ്റെ സംവിധാനത്തിൽ ഒരു മാസ് ഡയറക്ടറാണ് വൈശാഖ് സാർ. പുലിമുരുകൻ പോലുള്ള ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളൊരു ഗ്രേറ്റ് ഡയറക്ടർ തന്നെയാണ് വൈശാഖ് സാർ. അപ്പോൾ പുള്ളിയുടെ ഡയറക്ഷനിൽ ഒരു കിടുക്കനൊരു പടം വരുന്നുണ്ട്. അപ്പോൾ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നലെ നടന്നു. അപ്പോൾ ആ ട്രെയിലർ നമുക്കൊന്ന് കണ്ടുവരാം. എന്താണ് ടെർബോ, എന്താണ് സംഭവം എന്നുള്ളത്. പടത്തിൻ്റെ ഒരു BGM മീൻസ് മമ്മൂട്ടിയുടെ ഫാമിലിയെ പറ്റി പറയുന്നതായിരിക്കാം. അങ്ങനെ ഒരു എലമെൻറ്റ് ഒരു BGM ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവന്നു. കിട്ടുക്കം BGMs കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ബ്രഹ്മയുഗത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ഇതിലും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കിടുക്കൻ ഒരു ട്രെയിലർ തന്നെയാവും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. അപ്പോൾ ട്രെയിലറിലേക്ക്. ഈ പുതിയൊരു ഇയർഫോണാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എന്താണ് എനിക്ക് ഈ ഒരു ഇയർഫോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും ഇയർഫോണിൻ്റെ ഒരു റിവ്യൂ ഉടനെ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് പ്ലേ. എന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ഡംബിൾ, ഇന്ദു +2, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നീ. അവനെ உங்களுக்கு தெரியுமா? നടക്കുന്ന പല വൺ ഡീലുകൾക്ക് പിന്നിലും പേര് കേൾക്കുന്നുണ്ട്. 8 പേരാണ് ഇതിൽ പിന്നില്ലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? See you soon എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. മോനെ അങ്ങനെ വണ്ടിയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പരിപാടി മമ്മൂട്ടിയെ കാര്യമായിട്ടുള്ളതാണ്. I just love this part. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. പവർ പാക്ക് സാധനമാണ്. പവർ പാക്ക് BGM ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത സാധനം. 10-70 വയസ്സായെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മാതിരി പെർഫോമൻസ് എനർജി. ചില ആൾക്കാർ പറയും ഡ്യൂപ്പായിരിക്കും, എഡിറ്റ് ആയിരിക്കും, വാട്ട് ആർ ദീസ്. എന്തായാലും ചെയ്യാൻ മിനിമം എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ മിനിമം കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, ഇപ്പോഴും ആ മനസ്സുണ്ടല്ലോ, ഗ്രേറ്റ്. പിന്നെ
വണ്ടിയുടെ കാര്യത്തിൽ ഓൾറെഡി മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ വണ്ടി ഭ്രാന്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ വണ്ടിയിലാണ് മൊത്തം കളി വെച്ചേക്കുന്നത് അതിനകത്ത്. റോൾസ് റോയ്സും സത്യം ഞാൻ ചില പടങ്ങൾ ഞാൻ കാണാൻ പോകുന്നതന്നെ ചില വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം പടങ്ങൾ കാണാൻ പോകും. മേ ബി ഇതിനകത്ത് റോൾസ് റോയ്സ് കാറുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ പടം കാണാൻ വേണ്ടി വരും. സത്യം അമ്മാതിരി വണ്ടി ഭ്രാന്തുള്ള ആളും കൂടാണ് ഞാൻ. തീർച്ചയായിട്ടും എന്താ പറയുന്നത്, മറ്റൊരു ഷൈലോക്കിന് മേളിലുള്ളൊരു സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ പടം തിയേറ്ററിൽ പോയി കാണുക. 23-ാം തീയതിയാണ് ജോസിന്റെ എൻട്രി, ടെർബോ ജോസിന്റെ എൻട്രി. തകർക്ക. മമ്മൂട്ടി ഫാൻസിനെ ആഘോഷിക്കാൻ ഒരു സംഭവം തന്നെ എന്തായാലും അത് ഒരിക്കൽ ചേട്ടനുണ്ടാകുന്നതായിരുന്നു യാതൊരു സംശയമില്ല. ഓക്കെ.